ഗൂഗിളും ചാറ്റ് GPT ഒന്നും ഒരിക്കലും നിങ്ങളുടെ ഡോക്ടർമാരാവാൻ പാടില്ല. ദേ വിൽ ഗൈഡ് യു, ബട്ട് ദേ ആർ നോട്ട് ദ ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് ഫോർ യു. ഡെഫിനറ്റ് ആയിട്ടും അവരുടെ ഗൈഡൻസ് നിങ്ങൾ എടുക്കണം. ഞാൻ എടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കൊരു കാര്യം പുതുതായിട്ട് അറിയണമെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പുതിയ സാധ്യത എന്നുള്ളത് ചാറ്റ് GPT ആണ്. ഞാൻ അതിൻ്റെ ഏറ്റവും പ്രോ വേർഷൻ എടുത്തു വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ആളാണ് ഞാൻ. പക്ഷെ അതൊരിക്കലും എൻ്റെ ഫൈനൽ വാക്കല്ല. പ്രത്യേകിച്ച് വെൻ യു ആർ കമ്മിങ് ടു യുവർ ബോഡി. നിങ്ങൾക്ക് അവിടെ ഒരു എറർ ആൻഡ് കറക്ഷൻ ആൻഡ് എററിനുള്ള സമയമില്ലല്ലോ. അത് നിങ്ങൾ വളരെ ചൂസ് ചെയ്യണം. അപ്പൊ ഏത് ഡയറ്റ്, ഇപ്പൊ കീറ്റോ ആണെങ്കിലും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ലോ കാർബ് ആണെങ്കിലും ലോ പ്രോട്ടീൻ ആണെങ്കിലും, any diet you go, before that you have to check your vitals and you have to understand your body, then only you fix your diet. എൻ്റെ അമ്മാവന്റെ മോന് വണ്ണം കുറഞ്ഞത് കീറ്റോ കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് വണ്ണം കുറയാൻ കീറ്റോ ആവണമെന്നില്ല. ചിലപ്പോൾ അവന് ഗുണമായിട്ട് എനിക്ക് ദോഷമായിട്ട് അത് ബാധിക്കും, അല്ലെങ്കിൽ അവന് ദോഷമായിട്ട് എനിക്ക് ഗുണമായിട്ട് ഇത് ബാധിക്കാം. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ. നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിന്റെയും പുറകിലാണ് ഏത് ഡയറ്റും നിങ്ങൾ ഫോളോ ചെയ്യുക.